ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പൊ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാ മച്ചാന്മാർക്കും മച്ചാത്തികൾക്കും കുടുംബക്കാർക്കും കുടുംബത്തിലുള്ള ആൾക്കാർക്കും കുടുംബത്തിലില്ലാത്ത ആൾക്കാർക്കും കുടുംബത്തിന്റെ അപ്പുറത്തുള്ള ആൾക്കാർക്കും ഈ വണ്ടീന്റെ വീഡിയോയിൽ ഇരിക്കുന്ന ആൾക്കാർക്കും കള്ളുറക്കം ഉറങ്ങുന്ന ആൾക്കാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഞാനും അമ്മും അച്ചു ചന്തമില്ല, ഞാനും അമ്മും നല്ല ചന്തത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും നല്ല ചന്തമുണ്ട്, നീ ചന്തം ഇല്ലാണ്ടിരിക്കുന്നത്. പനിയാണ് കൈസ്, ഒരാൾക്ക് പനി. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഹോസ്പിറ്റൽ കേസ് കുറെ ഒരു എത്ര മാസമായിട്ട് 4 മാസം അല്ല, ഒരു വർഷമായിട്ട് ഗൈസ് വേറൊന്നല്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ കൊണ്ട് കമന്റ് ചെയ്യുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത്, നിങ്ങൾക്കിപ്പോ വീഡിയോ ചെയ്ത് മടുത്തോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സത്യം പറയണം, നമ്മുടെ സിറ്റുവേഷൻ, നമ്മൾ ഒരു വർഷമായിട്ട് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടും ഒരിക്കലും നമ്മൾ ഒരു ലൈഫ് ആഗ്രഹിക്കാത്ത പോലെയാണ് നമ്മുടെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ദിവസം ഓരോ ആൾക്കാർക്കും കുടുംബത്തിൽ വയ്യായ്മ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിൽ ശരി, എനിക്ക് അടുത്ത മാസം എനിക്ക് സർജറി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അച്ചുവിന് ഇതപ്പോ ഓൾറെഡി പനി, അച്ഛന് സ്റ്റോണിന്റെ അസുഖമായിരുന്നു. പിന്നെ ആകെ ഇപ്പൊ കുഴപ്പമില്ലാത്ത അമ്മുവിന് മാത്രമാണ് ഞാൻ നോക്കുകയാണെങ്കിൽ അസുഖം വരാത്തത്. ബാക്കി എല്ലാ ആൾക്കാരും ടാബ്ലറ്റും ഗുളിക. ഇപ്പൊ ഈ മിഞ്ഞാന്നടക്കം അച്ചുവിനെയും കൊണ്ട് നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ കുറെ സംഭവങ്ങളും എല്ലാ പ്രശ്നങ്ങളും കൂടെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഫാമിലി സത്യം പറഞ്ഞാൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങളും പല കാരണങ്ങളും, സൈനസിന്റെ ഒക്കെയാണ് ഇഷ്യൂ. എനിക്ക് ആ ഒരു ലെവലിൽ ഫോൺ പോലും നേരെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും കുറെ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഒരു അവസ്ഥ എന്ന് വേണ്ടി പറയണത്. അപ്പൊ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എടുക്കുമ്പോൾ അടക്കം നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് വയ്യ. ആർക്കാണ്? അച്ചുവിന് 102 ഡിഗ്രി പനിയായിരുന്നു ഇന്നലെയും മിനിഞ്ഞാന്നും. ആ ഒരു ലെവലിലാണ് നമുക്ക് പോകുന്നത്. അല്ലാണ്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ പഴയ പോലെ ആക്റ്റീവായിട്ട് വീഡിയോ എടുക്കാൻ ആഗ്രഹമില്ലാണ്ടല്ല, സിറ്റുവേഷൻ ആ ഒരു സിറ്റുവേഷൻ കാരണം ആരൊക്കെയും കുടുംബത്തിൽ ഒരാൾക്ക് നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ ആക്റ്റീവായിട്ട് സംസാരിക്കാനോ മിണ്ടാനോ അല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് സംസാരിക്കാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ അഭിനയിക്കാൻ നോക്കി. നമ്മുടെ ഫാമിലിത്തെ വ്ളോഗ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സന്തോഷം എന്താണോ അത് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ളത്. നമ്മളെ സങ്കടം എപ്പോഴും നിങ്ങളിലേക്ക് അറിയിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഹൈഡ് ചെയ്തിട്ട് വീഡിയോ ഇടാതെ മെയിനായിട്ട് ഇങ്ങനെ ഇരിക്കണത്. അതാണ് മെയിനായിട്ട് ഇരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. പോട്ടെ, അതെന്തൊക്കെ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് അച്ഛനെയും കൊണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തു പോവാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതിന്റെ പുറമെ അച്ഛൻ എന്താ വാങ്ങണം പറഞ്ഞേ? അറിയില്ല, ഒരു കിച്ചൺ സെറ്റ് കുട്ടികളുടെ സംഭവം വാങ്ങണമെന്നുണ്ട്. അതുണ്ടായിരുന്നു കൊണ്ട് കാണുന്നു. പക്ഷെ മൂപ്പർക്ക് അതൊക്കെ ഒരെണ്ണം വേണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അമ്മയ്ക്ക് കുറച്ച് സാധനം വാങ്ങണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ എല്ലാം കൂടി ചേർത്തിട്ട് മിനി കൊച്ചു വ്ളോഗ് ആയിരിക്കട്ടെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പൊ ഞങ്ങൾ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. നേരെ ഇവിടെ നിന്ന് ആലത്തൂർ പോകണം. ആലത്തൂരിൽ നിന്ന് കുറച്ച് ബാങ്കിൽ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ തിരിച്ചു വന്ന് കുറച്ച് സംഭവങ്ങൾ കാണിക്കാം, എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ എടുക്കാൻ പറ്റും തോന്നുന്നില്ല അവിടെ, കാരണം ഭയങ്കര മഴയാണ് വരുന്നത്. നല്ല മഴക്കാറും എല്ലാം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. കാരണം നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും നമുക്ക് ബാങ്കിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കണം. ഗൈസ് ഇത്ര നേരം ഉറക്കമായിരുന്നു കേട്ടോ, ഇത്ര നേരം ഉറക്കമായിരുന്നു. ഉറങ്ങിയിട്ട് അപ്പം എണിച്ചേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി ആദ്യം ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ ഫെഡറൽ ബാങ്കിൽ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അതിൽ പോയതിനു ശേഷം നമുക്ക് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആലത്തൂരിലുള്ള ഫെഡറൽ ബാങ്കിലേക്ക് വന്നു. നമുക്ക് കുറച്ച് കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് ബാങ്കിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ചു ആണെങ്കിൽ ഫുള്ള് വാശിയിലാണ്, അമ്മ ആണെങ്കിൽ അവിടെ പേപ്പേഴ്സ് കുറച്ച് ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നേരെ ഒന്നും ചെയ്തില്ല, നേരെ പുറത്ത് പോയിട്ട് നല്ല 2 ബർഗറും അച്ചുവിനൊരു ചെറിയൊരു ബർഗറും വീട്ടിലേക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് വേറെ കുറേ സാധനം
സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും കുറച്ച് സാധനങ്ങളും മേടിക്കാനൊക്കെ ഉണ്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മുവിൻ്റെ പപ്സ് കിട്ടിയ സമയത്ത് എൻ്റെ അടുത്ത് സംസാരങ്ങളും ഒന്നും തന്നെ ഇല്ലാണ്ട് വേഗം നല്ല രീതിയിൽ തട്ടി വിട്ടു കേട്ടോ. അച്ചു ആണെങ്കിൽ പിന്നെ പറയണ്ട, അച്ചു പിന്നെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാരെയും വേണ്ടല്ലോ. ആ ഒരു ലെവലാണ് അച്ചു കിടന്നിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനിൽ എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമായി. ഇതൊരു കൊച്ചു വീഡിയോ ഉണ്ട്, ഇത് ഒരുപാട് വലിയൊരു വീഡിയോ അല്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. കാരണം ഒരുപാട് ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പോൾ ഈ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ പഴയ പോലെ നല്ല എനർജി ആയിട്ട് നമ്മുടെ പാലക്കാട് ഫാമിലി എങ്ങനെയാണ് ഒരു എനർജി ആയിട്ട് വരുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക. താങ്ക് യു.